ത്യാഗമില്ലാത്ത ദാനം അപൂർണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെ. ധ്യാനത്തിനായിട്ട് 35-ാം വാക്യം. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവന് രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. സനാതനമായ പല തത്വങ്ങളും നമുക്ക് വിശദീകരിച്ച് തരുന്നവയാണ് പഞ്ചതന്ത്ര കഥകൾ. നായാട്ടുകാരൻ്റെയും പ്രാവിൻ്റെയും കഥ അവയിലൊന്നാണ്. ഒരിക്കൽ ഒരു നായാട്ടുകാരൻ പക്ഷികളെ വേട്ടയാടാനിറങ്ങി. വൈകുന്നവരെ നടന്നിട്ടും ഒരു പ്രാവിനെ മാത്രമേ അയാൾക്ക് കിട്ടിയുള്ളൂ. സൗന്ദര്യത്തിൻ്റെയും നിഷ്കപടതയുടെയും നിറകുടമായ ഒരു മാടപ്രാവ്. അയാൾ അതിനെ കൂടയിലാക്കി. വൈകുന്നേരം വിശ്രമിക്കുവാൻ ഒരു മരച്ചുവട്ടിലിരുന്നു. നല്ല തണുപ്പുണ്ട്. നായാട്ടുകാരൻ തണുത്തു പറച്ചു. അപ്പോൾ ആ വൃക്ഷക്കൊമ്പിൽ ഒരു പ്രാവിൻ്റെ കുറുകൽ കേട്ടു. നായാട്ടുകാരൻ പിടിച്ച പ്രാവിൻ്റെ ഇണക്കിളിയായിരുന്നു അത്. തൻ്റെ കണവനോട് അവൾ ഇപ്രകാരം പറഞ്ഞു: പ്രിയപ്പെട്ട കൂട്ടുകാര, അതിഥി പൂജ നമ്മുടെ മര്യാദയാണല്ലോ. ഈ മനുഷ്യനെ സൽക്കരിച്ച് ഉപചരിക്കുക. മരക്കൊമ്പിലിരുന്ന ആൺപക്ഷി ഉണങ്ങിയ ചുള്ളിക്കമ്പുകൾ പെറുക്കി കൂട്ടി തീ കത്തിച്ചു. അങ്ങനെ നായാട്ടുകാരൻ്റെ കുളിരകറ്റി. പിന്നീട് വിശന്നു വരഞ്ഞ നായാട്ടുകാരൻ്റെ വിശപ്പടക്കുവാൻ പൊരിച്ച മാംസം തന്നെ നൽകുന്നതിനു വേണ്ടി ആ കിളി തീയിൽ ചാടി ജീവൻ വെടിഞ്ഞു. ഈ പക്ഷിയുടെ ത്യാഗം കണ്ട് നായാട്ടുകാരൻ മേലിൽ പക്ഷികളെ വേട്ടയാടുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു. ഉദാത്തമായ സ്നേഹത്തിൻ്റെയും ദാനത്തിൻ്റെയും ഉത്തമ മാതൃകയാണ് ഈ കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് ആഹാരം കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിക്കുവാൻ കൊടുക്കുക എന്ന് യഹൂദന്മാരുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെ യേശുക്രിസ്തു ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നുമുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന കൽപ്പന അനുസരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ശത്രുക്കളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ എത്രയോ വിരളം. പഞ്ചതന്ത്ര കഥയിലെ പ്രാവ് പഠിപ്പിക്കുന്ന 2ാമത്തെ പാഠം ത്യാഗം കൂടാതെയുള്ള ദാനം അപൂർണമാകുന്നു എന്നത്രേ. നമ്മിൽ പലരും ദാനശീലരായിരിക്കാം. വീട്ടുവാതിക്കൽ വന്ന് കൈക്കുമ്പിൾ നീട്ടുന്ന പാവങ്ങൾക്ക് പിച്ചക്കാശ് കൊടുക്കുന്നതിൽ നാം വിമനസ്കത കാട്ടി ഇല്ലെന്ന് വരാം. പള്ളിയും പള്ളിക്കൂടങ്ങളും വയ്ക്കാനും ആശുപത്രികൾക്കും ധർമ്മസ്ഥാപനങ്ങൾക്കും നിർലോഭം സംഭാവനകൾ നൽകുന്നവർ കണ്ടേക്കാം. എന്നാൽ ഇങ്ങനെയുള്ള സംഭാവനകളുടെ പിന്നിൽ ത്യാഗം എന്ന 2 അക്ഷരം എത്രമാത്രമുണ്ട് എന്നാണ് ദൈവം നോക്കുന്നത്. സമ്പന്നർ ഭണ്ഡാരത്തിൽ വാരിയിട്ട സ്വർണ്ണ നാണയങ്ങളേക്കാൾ വിധവയുടെ 2 ചില്ലിക്കാശായിരുന്നുവല്ലോ ക്രിസ്തുവിൻ്റെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായി കാണപ്പെട്ടത്. വെള്ളിയാഴ്ച തോറും പൊടിയരിക്കഞ്ഞി കുടിച്ചുകൊണ്ട് മിച്ചം വയ്ക്കുന്ന അരി പട്ടിണി പാവങ്ങൾക്ക് കൊടുത്തു വന്നിരുന്ന ഒരു ബിഷപ്പിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. ത്യാഗാത്മകമായ ദാനത്തിന് മറ്റൊരു ഉദാഹരണമാണിത്. മുസ്ലിങ്ങൾ നോമ്പുകാലത്ത് പകൽ മുഴുവൻ നോമ്പ് നോക്കുകയും നിർധനർക്ക് അരി വിതരണം ചെയ്യുകയും ചെയ്യുന്നത് ത്യാഗപൂർണമായ ദാനം തന്നെ. മഹാമനസ്കരായ പല ധനാഢ്യരും തങ്ങളുടെ മക്കളുടെ വിവാഹവേളകളിൽ വിവാഹ സഹായ നിധിയിലേക്കും മറ്റും നിർലോഭം സംഭാവനകൾ നൽകാറുണ്ട്. എന്നാൽ വിവാഹ ചടങ്ങുകളോടനുബന്ധിച്ചുള്ള ആർഭാടങ്ങൾ ചിലതെങ്കിലും വേണ്ടെന്ന് വെച്ച് ആ തുക പണമില്ലാത്തതുകൊണ്ട് കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ലാത്ത നിർധനരായ പെൺകുട്ടികൾക്ക് വേണ്ടി കൊടുത്താൽ അത് ത്യാഗാത്മകമായ ദാനമായിരിക്കും. ത്യാഗം കൂടാതെയുള്ള ദാനം അപൂർണമാണെന്ന് നാം ഓർക്കണമേ. താങ്ങില്ലാത്തവർക്ക് താങ്ങാണ് ഈശ്വരൻ. മത്തായി എഴുതിയ സുവിശേഷം 6:3. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിനെ വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.